ഖത്തറിലും സൗദിയിലും അതുപോലെ ബഹ്റൈനിലൊക്കെ ഉള്ള എല്ലാവരും വളരെ സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൾറെഡി നിങ്ങൾക്കൊക്കെ അലേർട്ട് കിട്ടിക്കാണും. ഇറാൻ 6 മിസൈൽ ലോഞ്ച് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഖത്തറിലെ US ബേസിലേക്ക്. പക്ഷെ കിട്ടുന്ന വിഷ്വൽസ് കാണുമ്പോൾ 6 ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അമേരിക്കയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ചടി കൊടുക്കുന്നതാണ് ഇറാൻ പറഞ്ഞ റിപ്പോർട്ട്സ് പുറത്ത് വന്നിരുന്നത്. 2 ദിവസമൊന്നും എടുത്തില്ല. സംഗതി ഖത്തറിലുള്ള അമേരിക്കൻ ബേസിലേക്ക്, ഖത്തർ മാത്രമല്ല സൗദിയും ബഹ്റൈനും അടക്കം അമേരിക്കൻ ബേസുകൾ, GCCയിലുള്ള അമേരിക്കൻ്റെ ബേസിലൊക്കെ ഇപ്പോൾ ഇറാൻ അടി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്ക് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കിലൊക്കെ ചില ആളുകൾ ചിലപ്പോൾ കണ്ടു കാണില്ല. എന്നാലും ചിലർ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾ, അത് ഇറാൻ ഇസ്രായേൽ എസ്കലേഷൻസൊക്കെ കൃത്യമായിട്ട് നോക്കുന്നവർ കണ്ടു കാണും. റഷ്യ ബാക്കപ്പ് കൊടുത്തു, ന്യൂക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല, കൊടുക്കും എന്നുള്ള സാധനമൊക്കെ വന്നപ്പോൾ അവിടുന്ന് എവിടുന്നെങ്കിലും ഇനിയിപ്പോൾ ഒരു ധൈര്യം കിട്ടിയിട്ടാണോ ഇറാൻ ചാടിക്കയറി ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും സൗദിയിലേക്കും ഒക്കെ അമേരിക്കൻ ബേസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് അറിയില്ല. ഇതുവരെ ഒരു എന്താ പറയുക, വാക്കാലുള്ള പിന്തുണയെങ്കിലും GCC രാജ്യങ്ങളിൽ നിന്ന് ഇറാന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോയി, അതും കിട്ടില്ല. വെറുതെ വിടുമോ? എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക ആദ്യം ഓൺ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ്റെ അസറ്റ്സിൽ, അമേരിക്കൻ പൗരന്മാർ അമേരിക്കൻ അസറ്റ്സിൽ എവിടെയെങ്കിലും ഇറാൻ കൈവച്ചാൽ അടിച്ച് തരിപ്പണാക്കുന്നുള്ളത് കറക്റ്റ് അതിലേക്ക് പോയിട്ട് ചാടി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് കണ്ടറിയണം. കാരണം GCC രാജ്യങ്ങളുടെ ഇടയിലേക്ക് US ബേസ് അടിച്ചു തകർക്കാനാണെന്നുണ്ടെങ്കിലും ഇവരിങ്ങനത്തെ ഒരു എയർ സ്ട്രൈക്ക് നടത്തുമ്പോൾ പാടല്ലേ. വിഷ്വൽസ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അറിയാലോ, നമ്മളെ ഒരുപാട് പ്രവാസി മലയാളികൾ ഖത്തറിലും ബഹ്റൈനിലും സൗദിയിലൊക്കെ ഉണ്ട്. ഒരുപാട് പേര് വിഷ്വൽസ് എടുത്ത് അയച്ചു. അപ്പോൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നത് എയർ ഡിഫൻസ് ഖത്തറിലൊക്കെ പ്രൊജക്ടൈൽസിനെ ആകാശത്ത് നിന്ന് തന്നെ പൊട്ടിച്ചിടുന്നുണ്ട്. ചിലതൊക്കെ വന്ന് വീണു എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ന്യൂസിലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇവിടെ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് വെളിയിൽ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നത് കേട്ടു. അപ്പം നമ്മുടെ ഫ്ലാറ്റിലുള്ളവരൊക്കെ ഇറങ്ങി വെളിയിലോട്ട് ഓടി. അപ്പം ഓടി നമ്മൾ വെളി വന്ന് നോക്കുമ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 5 എണ്ണം നമ്മൾ ഈ പടക്കം എന്തോന്ന് മുകളിലോട്ട് എറിഞ്ഞ് പൊട്ടിക്കുമല്ലോ എന്ന് മാതിരി ഇത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കിളന്ന് ഏതാണ്ട് വരുന്നു. വന്നു കഴിഞ്ഞപ്പം എന്തോ ഒരു സാധനം താഴേന്ന് ഇതിലോട്ട് ചെന്ന് തൊടുന്നു. ഇത് മുകളിൽ വെച്ച് തന്നെ പൊട്ടി ചെതറിപ്പോവായിരുന്നു. 5 എണ്ണം പൊട്ടിച്ച് അടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ എവിടോ 1-2 സ്ഥലത്ത് വീണിട്ടുണ്ട്. അതിന്റെ ഭയങ്കരമായിട്ടുള്ള കുലുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അമേരിക്കൻ ബേസിനടുത്ത് താമസിക്കുന്ന ക്യാമ്പിലും കാര്യത്തിലൊക്കെ ഉള്ള കുറേ മലയാളികൾ കാണൂടെ, അവരൊക്കെ പാനിക് ആയിട്ടുണ്ടാവും എന്താണെങ്കിലും. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇറാൻ്റെ ഇങ്ങനത്തെ ഒരു അഗ്രസീവ് നേച്ചർ. ഓക്കെ, ഇനി നോക്കിക്കോ, ഈ GCC രാജ്യങ്ങളടക്കം ഓൾറെഡി ഈ ഷിയ സുന്നി സീനിൻ്റെ മുകളിൽ GCC രാജ്യങ്ങളൊക്കെ ഒരു ഇങ്ങനത്തെ വെർബലായിട്ടുള്ള ഒരു ബാക്കപ്പ് മാത്രമേ കൊടുക്കൂ എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പം ഇങ്ങനൊരു അഗ്രഷനും കൂടി ഇവന്മാർ കാണിച്ചത് കൊണ്ട് ഇത് എസ്കലേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാൻ്റെ കയ്യിൽ ഇനി നിൽക്കും തോന്നുന്നില്ല. ഇറാൻ ഇതിൻ്റെ ഇടയിൽ അവരുടെ ആർസണലിലുള്ള സർവത്ര സാധനങ്ങളും എടുത്തിട്ട് ഇസ്രായേലിൽ അടിച്ചു. ഇസ്രായേൽ ഇന്ന് തിരിച്ചു അടിച്ചു. ഫർദോയിൽ നിന്ന് ഇസ്രായേൽ തിരിച്ചൊരു അടി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അമേരിക്ക വന്നിട്ടിട്ട് പോയ സ്ഥലത്ത് ഇന്നെന്ത് ചെയ്തു, ഇസ്രായേലും കയറി ഒരടി കൊടുത്തിട്ടുണ്ട്. ഇറാൻ പറയുന്ന ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക മണ്ടന്മാരായി, നിങ്ങൾ ഈ സാറ്റലൈറ്റ് ഇമേജ് അവർ പുറത്ത് വിട്ടത് നോക്കണം, US പറ്റിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. കാരണം B-2 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇവിടെ വന്ന് ഇവരുടെ ഫെർദോയിലുള്ള ലക്ഷ്യം അടിച്ച് തകർക്കുന്നതിന് മുമ്പ്
60% സമ്പുഷ്ടീകരിച്ച 400 കിലോ യുറേനിയം ഇറാൻ സംരക്ഷിതമായിട്ട് മാറ്റി എന്നാണ് അവരുടെ ക്ലെയിം. അത് മാറ്റാൻ അവർ ഉപയോഗിച്ച സിസ്റ്റം, കുറേ അവിടെ വണ്ടികളൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു ക്ലെയിം കൂടി ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി US എംബസി 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് ഖത്തറിലുള്ള അമേരിക്കൻ അവരുടെ എംബസിയിലുള്ളവരോടൊക്കെ ഷെൽട്ടറിലേക്ക് മാറാൻ പറഞ്ഞിട്ടായിരുന്നു. സോ US ഓൾറെഡി അറിയാമായിരുന്നു, അവർക്ക് ഇൻ്റലിജൻസിന് എന്താണ് വിവരം കിട്ടൂലൂടെ. അപ്പോൾ ഇറാൻ്റെ ഒരു ഒഫീഷ്യൽ എക്സ് പോസ്റ്റ് വന്നിട്ടുണ്ട്. Sirens are blaring at US bases in Saudi Arabia also. The attacks was coordinated with countries in the region. ഓക്കെ, അപ്പോൾ GCC രാജ്യങ്ങളിലുള്ള മലയാളികളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. നിങ്ങളിപ്പോൾ ഓക്കെ കുഴപ്പമില്ല, US ബേസ് മാത്രമാണ് ഇവന്മാർ അറ്റാക്ക് ചെയ്യുള്ളൂ, പ്രിസൈസ് അറ്റാക്ക് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. കാരണം ഇറാനാണ്. ഞാൻ ഈ ഒരു വിഷയത്തിൽ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുമാതിരി പൂഴിമണൽ വാരി മൂളിക്കെറിയണ മാതിരിയാണ് ഇവന്മാർ മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് എന്തൊക്കെ ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ഐഡിയ ലോകത്തിനില്ല. ഇതേ കാര്യം തന്നെയാണ് ഇസ്രായേൽ കുറച്ച് കാലമായിട്ട് അമേരിക്കയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവന്മാരെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള വെപ്പൺസ് ഉണ്ട്, എന്തൊക്കെ ടെക്നോളജി വെച്ചിട്ട് ഇവന്മാർ ഇത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, പ്രിസൈസ് അറ്റാക്സ് നടത്താൻ ഇവന്മാരെ കൊണ്ട് പറ്റുന്നില്ല. ചന്നം പിന്നെ ഭാര്യ എറിയാൻ ഇവന്മാരെ കൊണ്ട് പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് അവർക്ക് ഇങ്ങനത്തെ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി അല്ലെങ്കിൽ അതിനുള്ള ആളുകൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും GPS ട്രാക്കേഴ്സോ അല്ലെങ്കിൽ ഇതൊരു കൃത്യമായ സ്ഥലത്തേക്ക് ലോഞ്ച് ചെയ്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അടിക്കാൻ മാത്രം അല്ലെങ്കിൽ പ്രിസൈസ് അറ്റാക്ക് ചെയ്യാൻ മാത്രമുള്ള ടെക്നോളജി ഇവന്മാരുടെ കയ്യിലില്ലേ? എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എസ്കലേഷനാണ് ഇറാൻ കാട്ടിക്കൂട്ടിയത്. എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ അമേരിക്ക വെറുതെ ഇരിക്കില്ല. അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഇറങ്ങിയ ഇറാനെ റഷ്യ ബാക്ക് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനത്തെ സീനാണെന്നുണ്ടെങ്കിൽ സാരമായിട്ടത് ഇന്ത്യനെയും ബാധിക്കും. കാരണം ഒന്ന് എണ്ണ, രണ്ടാമത് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് എയർ സ്പേസ് മൊത്തം എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ചെയ്യും. പല വിഷയങ്ങൾ നമുക്ക് ട്രേഡിനൊക്കെ നമുക്ക് ബാധിക്കും. ഇത് ഏതുവരെ എസ്കലേറ്റ് ചെയ്ത് പോകുന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലടി. എന്താണെങ്കിലും സേഫായിട്ട് ഇരിക്കുക അവിടെ ഉള്ളവർ, അതൊന്നും പറയാനില്ല, ഇറാൻ ആയതുകൊണ്ടാണ്. ഈ അമേരിക്കൻ ബേസ് അടിച്ചു തകർക്കുന്നതിന് ഓപ്പറേഷൻ ബഷാറത്ത് അൽ ഫത്ത് എന്നാണ് ഈ ഖത്തർ US സൈനിക താവളങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് ഇറാൻ മിഷന് പേരിട്ടിട്ടുള്ളത്. എന്ത് പേരിടലാണെന്നുണ്ടെങ്കിലും ഖത്തർ തിരിച്ചടിക്കും, ബഹ്റൈൻ തിരിച്ചടിക്കും, സൗദിയും തിരിച്ചടിക്കും. മനസ്സിലായോ? ഇനി GCC രാജ്യങ്ങൾ എന്താണെങ്കിലും ഇറാനെ ബാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പലരും ചോദിക്കും, ഈ GCC രാജ്യങ്ങൾ എന്തിനാണ് അമേരിക്കയ്ക്ക് അവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത്? അതുകൊണ്ടാണല്ലോ എന്നുള്ള ചോദ്യം വരും. ഓരോ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും അവരുടേതായിട്ടുള്ള നയതന്ത്രമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും, അതവർ ചെയ്യും. ഈ ഇറാൻ ഇപ്പം ഈ പറഞ്ഞ പോലെ അഗ്രഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബലസ്റ്റിക് മിസൈൽസ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബലസ്റ്റിക് മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്, അത് വെച്ചടിച്ചോട്ടെ. അപ്പോൾ അടുത്തുള്ള ടാർഗറ്റ്സിൽ അടിച്ചിട്ട് ഈ സാധനം എസ്കലേറ്റ് ചെയ്യണം. റഷ്യ വരും, ചൈന വരും, ഇതൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത. എന്താണെങ്കിലും കുറേ പ്രൊജക്ടൈൽസ് എന്താണെങ്കിലും സ്കൈയിൽ കാണാൻ പറ്റി എന്നുള്ളത് മലയാളികൾ തന്നെ ഒരുപാട് പേര് അയച്ചു തരുന്ന വീഡിയോസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ 1-2 സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണാം. ഒന്ന് വീണ് ഖത്തറിലിതാ മിസൈൽ 5-6 മിസൈൽ അയച്ചാൽ എങ്ങനെയാണ്? ഇത് മിസൈലിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്താ അറിയാം, ഡ്രോണും വിട്ടിട്ടുണ്ടാവും. ഒപ്പം ഡ്രോൺ വിത്ത് മിസൈൽസ് ആവും ഉമ്മാർ ഈ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഡ്രോൺ വിട്ടിട്ട് ആദ്യം എയർ ഡിഫൻസിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്തതിന് ശേഷം ഉമ്മാർ മിസൈൽ വിടും. ഇറാൻ്റെ ഒരു ഇസ്രായേൽ ഉണ്ടായിരുന്ന അത് സെയിം പാറ്റേൺ തന്നെയാണ് ഇവന്മാരിത് ഇവിടെയും എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഈ വിഷ്വൽസ് കാണുമ്പോൾ.
പിന്നെ കുറേയൊക്കെ ജനവാസ മേഖലയിൽ ഇതിൻ്റെ ഡെബ്രീസ് വന്ന് വീണ മുകളിൽ നിന്ന് പൊട്ടിച്ച് കളഞ്ഞതിൻ്റെ സാധനങ്ങളൊക്കെ താഴെ വന്ന് വീണതിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ കിട്ടുന്നുണ്ട്. അത് സിവിലിയൻസ് ഉള്ള സ്ഥലത്താണ് ഈ വന്ന് വീണില്ല, കാറിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ തലേൻ്റെ മുകളിൽ കാഷ്വാലിറ്റീസ് വരും ഇല്ലേ. ഇറാൻ കാണിക്കുന്ന ഈ ഒരു അഗ്രഷൻ അവർക്ക് വിനയാവും. ഇനി അമേരിക്കൻ ബേസ് അവരിതൊക്കെ അമേരിക്ക ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ബേസിലേക്ക് കുറച്ച് പ്രൊഡക്ട്സ് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി എനിക്ക് അയച്ച വോയിസാണ്. ബ്രോ, ഞങ്ങളവിടെ സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യണം. മീൻസ് അവിടേക്കും നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വൈകിട്ടത്തോടെ സപ്ലൈ ഒക്കെ ക്ലോസ് ചെയ്തു. അവർ ഷട്ട് ഡൗൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇന്നലെ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇന്നലെ തന്നെ അവിടെ ഞങ്ങളുടെ ഒരു അമേരിക്കൻ വേറെ ബേസ് ക്യാമ്പ് ഉണ്ട്, സഹലിയ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഓൾറെഡി ക്ലോസ് ആയി. അവിടെ ഇന്നലെ ഓർഡറൊക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങി അത് ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എങ്ങനെ ഇരിക്കുന്നത്? അമേരിക്കൻ ബേസ് ക്യാമ്പൊക്കെ ക്ലോസ് ചെയ്ത് ഒരു സംഗതി മനസ്സിലായി. അവർ ഇൻ്റലിജൻസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വരും മണിക്കൂറുകളിൽ എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇനി ഇതിൻ്റെ ഈ ഇപ്പം ഉണ്ടായൊരു ഇറാൻ്റെ ഈ അറ്റാക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ഖത്തറിൽ നാളെ നമുക്ക് മണിക്കൂറുകൾ കഴിയുമ്പോൾ അറിയും, ന്യൂസ് വഴി എന്താണ് സംഭവിച്ചത്, എവിടെയെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടോ, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടോ, എയർബേസ് മാത്രമാണോ ഇവർ അടിച്ചത് എന്നൊക്കെ നമുക്ക് നാളെ നമ്മളെ മനസ്സിലാവുള്ളൂ. ഇതിനി കളി മാറും. 11 ദിവസം ഇതുവരെ കണ്ട പോലെ ആയിരിക്കില്ല ഇനി അവസ്ഥ. ഇറാനും അലി ഖമീനിയും എല്ലാത്തിനെയും പൂട്ടി കെട്ടുവരെല്ലാവരും കൂടി.